ബാംഗ്ലൂർ സിൽക്സിനെ പറ്റിയുള്ള വിശേഷങ്ങളും വിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് അംടീൻ ഡ്രീംസിന്റെ എക്സ്പ്ലോറേഷൻ വീഡിയോ. വെൽക്കം ഓൾ. മുനിരാജ് എന്ന നെയ്ത്തുകാരന്റെ നെയ്ത്തുകടയിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അയാളുടെ വീട്ടിൽ തന്നെയാണ് ഈ നെയ്ത്തുകട. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അതിൽ സിന്തറ്റിക് ടൈപ്പും ബാംഗ്ലൂർ സിൽക്കും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. കർണാടകത്തിലെ കുഗ്രാമത്തിൽ നിന്നും പട്ടുനൂൽ പുഴുക്കളെ ശേഖരിച്ച് അവയിൽ നിന്നും പട്ടുനൂലുണ്ടാക്കി വിവിധ കളറിലും ഫാഷനിലും ഡിസൈനിലും സിൽക്ക് സാരീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിന്ന് കാണാം. ಆಮೇಲೆ ಇದು ಕೋನು ವೆಲ್ಸ್ಕೋನ್ ಅಂತ ವೆಲ್ಸ್ಕೋನ್ ಕೋನ್ ಇದು ಕೋನ್ ಬರುತ್ತೆ ಓಡುವಂಥದ್ದು. ಇದು ಬೆಂಗಳೂರಿಂದ ತರಬೇಕು. ಕಬ್ಬನ್ಪೇಟೆಯಿಂದ ರಾ ಮೆಟೀರಿಯಲ್ಸ್ ಇರುತ್ತೆ. ಅಲ್ಲಿಂದ ಕಬ್ಬನ್ಪೇಟೆಯಿಂದ ತಗೊಂಬಂದು ವಾರ್ಪ್ ರೆಡಿ ಮಾಡಬೇಕು. ಅದು ವಾರ್ಪ್ ಬಣ್ಣ ಮಾಡಿಬಿಟ್ಟು ಬಣ್ಣ ಆದಮೇಲೆ ರೋಲ್ ಸುತ್ತಿಸ್ಬಿಟ್ಟು ರೋಲ್ ಆದಮೇಲೆ ಇಲ್ಲಿ ತಗೊಂಬಂದು ಜೈಂಟ್ ಮಾಡಿಸಿ ಆಮೇಲೆ ಇದನ್ನು ರೆಡಿ ಮಾಡೋದಕ್ಕೆ ನೇಯೋದಕ್ಕೆ ಇವರು ಕಾರಿಗಾರ, ಇವರು ಮಗ್ಗ ಬಿಡೋರು, ಇವರು ಮಗ್ಗ ಬಿಡ್ತಾರೆ. ಈ ಸೀರೆ ಎಲ್ಲ ರೆಡಿ ಆದಮೇಲೆ ತಿರ್ಗಾ ಕಬ್ಬನ್ಪೇಟೆಗೆ ತಗೊಂಡೋಗಿ ನಾವು ಮಾಡಬೇಕು. ಆಮೇಲೆ ಡಿಸೈನ್ ಹೆಂಗೆ ಬರ್ಬೇಕಂದ್ರೆ ನೋಡಿ, ಈ ಥರ ಡಿಸೈನ್ ಬರುತ್ತೆ. ಇದು ಕಂಪ್ಯೂಟ್ರಲ್ಲಿ ಅದು ಡಿಸೈನ್ ರೆಡಿ ಮಾಡಿ ಕಂಪ್ಯೂಟರ್ದಲ್ಲಿ ಹೊಡ್ಸ್ಕೊಂಬಂದು ಡಿಸೈನ್ ಹಾಕಿದ್ರೆ ನೋಡಿ ಈ ಥರ ಎಲ್ಲ ಡಿಸೈನ್ ಬರುತ್ತೆ. ಈ ಥರ ಡಿಸೈನ್ ಬರೋದು ಈ ಕಾರ್ಡ್. ಇದು ಜಾಕಾರ್ಡ್. ಈ ಜಾಕಾರ್ಡಲ್ಲಿ ನೋಡಿ ಇದು ಡಿಸೈನ್ ಹಾಕಿದ್ರೆ ದಾರ ಕಟ್ಟಿದ್ರೆ ದಾರ ಎಲ್ಲ ಕಟ್ಟಿದಾಗ ಈ ಡಿಸೈನ್ ಬರುತ್ತೆ. ಈ ಕಾರ್ಡ್ ಹಾಕಿದ್ರೆ ಮಾತ್ರ ಡಿಸೈನ್ ಬರೋದು. ಡಿಸೈನ್ ಹಾಕಿ ಸೀರೆ ಬಂದಮೇಲೆ ದಿನ 1 ವಾರ ಸೀರೆ ಬರುತ್ತೆ. ದಿನ ಡೈಲಿ 1.5 ಸ್ಯಾರೀಸ್ ಬರುತ್ತೆ. ಆ ಸ್ಯಾರೀಸ್ ಅವ್ರಿಗೆ 250 ರೂಪಾಯಿ ಕೂಲಿ ಕೊಡ್ತೀವಿ. ಅವ್ರು ದಿನ ಎಲ್ಲ ಬಿಟ್ಟರೆ ಒಂದೇ ಸೀರೆ 250 ರೂಪಾಯಿ ಅಷ್ಟು ಬರುತ್ತೆ. ನಾವು ಅದನ್ನು ಅದು ಮೆಟೀರಿಯಲ್ಸ್ ಎಲ್ಲ ಒಂದು 600 ರೂಪಾಯಿ ಮೆಟೀರಿಯಲ್ಸ್ ಬರುತ್ತೆ. ನಮಗೊಂದು ಎಲ್ಲ ಕೂಲಿ ಎಲ್ಲ ಹೋಗಿ ನಮಗೊಂದು 150 ರೂಪಾಯಿ. ಇದು ಕಮ್ಮಿ 1200 ರೂಪಾಯಿ ಅಷ್ಟೇ ಸೀರೆ. ಇದು ಪ್ಯೂರ್ ಆದರೆ 5000 ಚಿಲ್ಲರೆವರೆಗೂ ಸೀರೆ ಮಾಡ್ಬೋದು. 5000 20,000 ಗಂಟನೂ ಮಾಡ್ಬೋದು. ಅದು ಹೆಂಗೆ ನಾವು ಅದ್ರ ಬಂಡವಾಳ ಹಾಕಿ ಯಾವ ಥರ ಡಿಸೈನ್ ಮಾಡಿದ್ರೆ ಅದ್ರ ಬೆಲೆ ಅಷ್ಟಿರುತ್ತೆ. ಬರುತ್ತೆ ಒಂದು ವೀಕ್ಲಿ, ತಿಂಗಳಿಗೆ 100 ಸೀರೆ ಬರುತ್ತೆ. ಚಿಕ್ಕಪೇಟೆಗೆ ಮಾರ್ಕೆಟ್ಗೆ ನಾವು ಸಪ್ಲೈ ಮಾಡಿ ಎಲ್ಲ ಬಿಲ್ ಇದೆ, GST ಬಿಲ್. ಕಬ್ಬನ್ಪೇಟೆಯಲ್ಲಿ ಬಂದು ಶಾಂತಲಾ ಸಿಲ್ಕ್ಸು, ರೂಪಣ್ಣ ಸಿಲ್ಕ್ಸು ಮತ್ತು ಭೈರಪ್ಪ സിൽക്സ് ഇവയെല്ലാം ನಾವು സീರೆ ಹಾಕ್ತೀವಿ. ഫേമസ് ആയിട്ടുള്ള വലിയ ഷോപ്സിലൊക്കെ ഈ സാരീസും മെറ്റീരിയൽസും ഒക്കെ വരുന്നത് സൂറത്ത് നിന്ന്, ഗുജറാത്തിൽ നിന്ന്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന്, പിന്നെ സാരീസ് കിട്ടുന്നതിലും കാഞ്ചീപുരത്തു നിന്നാണ്. ಇದು ಕೆಜಿ ಬಂದು 400 ರುಪೀಸ್. ಅದಕ್ಕೊಂದು 4000 ರುಪೀಸ್ ಪ್ಯೂರು. ಇದು ಪಾಲಿಸ್ಟರ್. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ആർട്ട് സിൽക്ക് ഉണ്ട്, ബാംഗ്ലൂർ സിൽക്ക് ഉണ്ട്, മൈസൂർ സിൽക്ക് ഉണ്ട്, സിന്തറ്റിക് സിൽക്ക് ഉണ്ട്. നമ്മളൊരു സാധാരണ ചെറിയ കടയിൽ പോകുമ്പം അവരിത് ഒറിജിനൽ സിൽക്കാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വാങ്ങുന്നത് പലതും സിന്തറ്റിക് സിൽക്കായിരിക്കും. പക്ഷെ അവർ പറയുന്നത് അത് ഒറിജിനൽ എന്ന്. അപ്പോൾ എങ്ങനെ ഈ ഒറിജിനൽ സിൽക്കും സിന്തറ്റിക് സിൽക്കും വേർതിരിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഈ മുനിരാജ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വലിയ ഷോപ്സ് പോകുമ്പോൾ വലിയ വില കൊടുത്തിട്ടാണ് സിന്തറ്റിക് സിൽക്ക് നമ്മൾ വാങ്ങുന്നത്. അത് ഒറിജിനൽ സിൽക്കാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സെയിം സാധനം നമ്മൾ ഈ ചെറിയ നെയ്ത്ത് കടയിൽ പോകുമ്പോൾ ഒരു 5000 10,000 ഉള്ളിൽ നമുക്കത് വാങ്ങാൻ കിട്ടും. ഒറിജിനൽ സിൽക്ക് പോലും 7,000 ഒരു 5,000 റേഞ്ച് മുതലാണ് തുടങ്ങുന്നത്. പക്ഷെ സെയിം സാധനം ഒരു 40,000 50,000 എന്നുള്ള റേഞ്ചിലായിരിക്കും നിങ്ങൾ വലിയ ഷോപ്സിൽ വാങ്ങുക. ബാംഗ്ലൂർ സിൽക്ക് സാരീസിലും വെറൈറ്റീസ് ഉണ്ട്. അതായത് പ്ലെയിൻ സാരീസ്, ചെക്ക് സാരീസ്, സരി ബ്രൊക്കേഡ് സാരീസ്. റെഗുലർ വെയറിന് ഇല്ലെങ്കിൽ ഓഫീസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്ലെയിൻ ബാംഗ്ലൂർ സാരീസ്. ഈ സാരീസ് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ടെമ്പിൾ ബോർഡർ ഉണ്ടാവും. സിൽക്ക് സാരീസ് ഉടുക്കുമ്പോൾ ഒരു റോയൽ ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൗത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ളത് മൈസൂർ സിൽക്ക്, കഞ്ചീപുരം സിൽക്ക്, ബാംഗ്ലൂർ സിൽക്ക് സാരീസ് ആണ്. ബാംഗ്ലൂർ സിൽക്ക് ഉണ്ടാക്കുന്നത് ഫൈൻ ആയിട്ടുള്ള സിൽക്ക് കൊണ്ടാണ്. ഇത് വിവിധ കളറിലും ഡിസൈനിലും പോപ്പുലറാണ് ഇന്ത്യ മൊത്തം. ബാംഗ്ലൂർ സിൽക്ക് നല്ല സോഫ്റ്റ് ആണെങ്കിലും ഹൈലി ഡ്യൂറബിൾ ആണ്. കുറേ കാലം നിൽക്കുന്ന സിൽക്കാണ്. സിൽക്ക് സാരീസ് ഹാൻഡ്ലൂം ആയിട്ടും ഉണ്ടാക്കാം, പവർ ലൂം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഡിഫറൻസ് എന്താ വെച്ചാൽ
കൈപ്പണിയും മെഷീൻ വെച്ച് ചെയ്യുന്നതും. ഇത് മാത്രമേ ഇതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. പവർ ലൂമിലാണെങ്കിൽ ഒരു ദിവസം കുറേ ഓർഡേഴ്സ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. കൈപ്പണി ആണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് എടുത്ത് അത് ഡെലിവർ ചെയ്യാനേ പറ്റുള്ളൂ. ഇവരിവിടെ ഈ നെയ്ത്ത് കടയിൽ ബൾക്ക് ഓർഡേഴ്സ് വാങ്ങിയിട്ട് കല്യാണ സാരീസും പിന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഡിസൈൻ പ്രിൻറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് സിന്തറ്റിക് സിൽക്ക് സാരീൻ്റെ നിർമ്മാണമാണ്. ഇവിടെ കാണുന്നത് മൈസൂർ സിൽക്ക് സാരി പവർ ലൂമിൽ നെയ്യുന്നത്. മൈസൂർ സിൽക്ക് സാരിയുടെ പ്രത്യേകത അതിൽ ഉപയോഗിക്കുന്ന ജെന്യൂൺ സിൽക്കും പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് സാരി വർക്കുമാണ്. അത് കാരണമാണ് ഈ സാരീസിന് ഒരു റിച്ച് ടെക്സ്ചർ കിട്ടുന്നത്. മൈസൂർ സിൽക്ക് സാരിയിൽ 65% പ്യുവർ സിൽവറും 0.65% ഗോൾഡ് ആൻഡ് സിൽക്ക് ആണ് ഉപയോഗിക്കുന്നത്. മൈസൂർ സിൽക്ക് സാരീസ് എക്സ്ക്ലൂസീവ്ലി മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് ഓരോരോ പീസിലും അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഉണ്ടാവും. അത് കാരണം വർഷങ്ങളോളം അതിൻ്റെ തനിമ മങ്ങാതെ നിൽക്കുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നും 50 കിലോമീറ്റേഴ്സ് അടുത്തുള്ള രാമനഗരം എന്ന സ്ഥലമാണ് സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കുക്കോൺ മാർക്കറ്റ് ഉള്ളത് ഇവിടെയാണ്. നെയ്ത്തുകാരാണേലും ട്രേഡേഴ്സ് ആണേലും എക്സ്പോർട്ടിനാണേലും കുക്കോൺസ് വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. സിൽക്ക് സാരീസ് ഹാൻഡ്ലൂമായിട്ടും ഉണ്ടാക്കാം, പവർ ലൂം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഡിഫറൻസ് എന്താ വെച്ചാൽ കൈപ്പണിയും മെഷീൻ വെച്ച് ചെയ്യുന്നതും. ഇത് മാത്രമേ ഇതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. പവർ ലൂമിലാണെങ്കിൽ ഒരു ദിവസം കുറേ ഓർഡേഴ്സ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. കൈപ്പണി ആണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് എടുത്ത് അത് ഡെലിവർ ചെയ്യാനേ പറ്റുള്ളൂ. ഇവരിവിടെ ഈ നെയ്ത്ത് കടയിൽ ബൾക്ക് ഓർഡേഴ്സ് വാങ്ങിയിട്ട് കല്യാണ സാരീസും പിന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഡിസൈൻ പ്രിൻറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ബസവനഗുഡി എന്ന ഗ്രാമത്തിലാണ് ഹോണറബിൾ ജംഷഡ്ജി നുസർവാൻജി ടാറ്റ 1898 ആദ്യത്തെ സിൽക്ക് ഫാം സ്ഥാപിച്ചത്. മുനിരാജിൻ്റെ നെയ്ത്ത് കടയിൽ നിന്ന് നമ്മൾ നേരെ ചെന്നത് അവരുടെ റീറ്റെയിൽ ഷോപ്പിലേക്കാണ്. ബൾക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോൾ അവരത് ചിക്പേട്ടിൽ വലിയ ഷോറൂംസിൽ കൊണ്ടുവയ്ക്കും. ബാക്കി ലിമിറ്റഡ് ആയിട്ട് സിംഗിൾ പീസസ് ആയിട്ടുള്ള പല വെറൈറ്റീസിലുള്ള കളേഴ്സിലുള്ള പ്രിൻറ്റ് സാരീസ്, സിൽക്ക് സാരീസ് അവർ സ്വന്തം കടയിൽ വിൽക്കുന്നതാണ് റീറ്റെയിൽ പ്രൈസിന്. പക്ഷേ ഇവരുടെ റീറ്റെയിൽ പ്രൈസ് കമ്പയർഡ് ടു ആ വലിയ ഷോറൂംസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എങ്ങനെ ഈ ഒറിജിനൽ സിൽക്കും സിന്തറ്റിക് സിൽക്കും വേർതിരിച്ച് നമുക്ക് ಎങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ಈ ಮುನಿರಾಜ್ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ನೋಡಿ, ಪ್ಯೂರ್ ಸ್ಯಾರೀಸ್ ಇದು. ಪ್ಯೂರ್ ರೇಷ್ಮೆ ಯಾವ ಥರ ಇರುತ್ತೆ ಅಂತ ಈಗ ನಾನು ತೋರಿಸ್ತೇನೆ. ನೋಡಿ, ಟೆಸ್ಟ್ ಮಾಡೋದು ನೋಡಿ. ಪ್ಯೂರ್ ಸ್ಯಾರೀಸ್ ಮೇಡಮ್, ಇದು ಪ್ಯೂರ್ ರೇಷಮ್. ಇದು ನೋಡಿ, ಇದು ಪುಡಿ ಆಗುತ್ತೆ, ಈ ಥರ ಸ್ಮೆಲ್ ಬರುತ್ತೆ ನೋಡಮ್ಮ, ಈ ಸ್ಮೆಲ್ ಬರುತ್ತೆ. ಇದು ಪ್ಯೂರ್ ಸ್ಯಾರೀಸ್, ಪ್ಯೂರ್ ರೇಷ್ಮೆ. ಇದು ಪ್ಯೂರ್ ರೇಷ್ಮೆ ಹಿಂಗೆ ಬರುತ್ತೆ. ಪಾಲಿಸ್ಟರು ಬಂದು ಉಲ್ಟೆ ಕಟ್, ಪ್ಲಾಸ್ಟಿಕ್ ಆಗುತ್ತೆ. ನೋಡು, ಇದು ಗಮ್ ಆಗುತ್ತೆ. ಪ್ಲಾಸ್ಟಿಕ್ ಸೇಮ್ ಪ್ಲಾಸ್ಟಿಕ್ ಇದೆ, ಬಟ್ 26 ಕೊಡ್ತಾ ಇದೆ. ಇದು ಬೇರೆ ಐಟಮು, ಅದು ಬಂದು 1.5. ಆದರೆ ನಿಮಗೆ ಅದು ಫ್ಯಾನ್ಸಿ. ಇದು ಫ್ಯಾನ್ಸಿ ಒಂದು ರಿಸೆಪ್ಷನ್ ಕಾನ್ಸೆಪ್ಟ್ ರಿಚ್ ಆಗಿರುತ್ತೆ. ನಿಮಗೆ ಶೋರೂಮ್ಗೆ ಹೋದರೆ ನಿಮಗೆ 7-8 ಸಾವಿರ ಮೇಲೆ ಅದು ಬರ್ತಾ. ಶೋರೂಮ್ ಪ್ರೈಸ್ ಹೋದರೆ ನಿಮಗೆ 7-8 ಸಾವಿರ ಆಗುತ್ತೆ. ಎಷ್ಟು ಸಾವಿರ? 7, 8 ಕಂಚಿಂದ ತಂದಿದ್ದಾರೆ. 8-8 ಸಾವಿರ ಕೊಟ್ಟು ಆಮೇಲೆ ತೋರಿಸಿದ್ರಲ್ಲಿ 5 ಒಂದು